ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മുടെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങനെ സിംഹത്തിൻ്റെ ഫോട്ടോ കാണക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഗൈസ്. നാളെ ആണെങ്കിൽ ഈദും കാളുമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈദ് ഷോപ്പിങ്ങും കാളൊക്കെ നടത്തണം. നേരത്തേക്കാണെങ്കിൽ നമുക്ക് നേരെ നമ്മളാ ഒരു മാളിലും കാളും പോകണം. നമ്മളെ സിറ്റി മാളിലും കാളൊക്കെ പോകണം ഗൈസ്. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ വന്നതാണ് ഗൈസ്. ഇവിടെ എല്ലാം തൂത്തുകോരാൻ വേണ്ടി ഞങ്ങൾ തൂത്തുകാളൊക്കെ കോരിട്ടുണ്ട്. എന്നിട്ട് ഗൈസ് നമ്മളെ നേരെ ഗൈസ് നമ്മളെ സിറ്റി മാളിലൊന്ന് പോയി ഷോപ്പിങ്ങുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട് വരുന്നത് പോവാം ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ സിറ്റി മാളിൽ പോവാം. അപ്പം ഗൈസ് ഇതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഓടിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നിരുന്ന് കാണുക ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് എല്ലാവരും ബെൽ ബട്ടൺ അമർത്തി വെക്കുക ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മൾ സിറ്റി മാളിൽ പോയതിന് ശേഷം ഗൈസ് കുറേ ഷോപ്പിങ്ങുകളുണ്ട്. ഷിൻചാൻ്റെ ഡ്രസ്സ്, പിന്നെ എനിക്ക് ഡ്രസ്സ്. അപ്പം ഞാൻ പോയി എല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മളെ സിറ്റി മാളിലോട്ട് പോകാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ സിറ്റി മാളും കാര്യങ്ങളും ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഗൈസ് നമ്മൾ സിറ്റി മാൾ ഇവിടെ ആയിട്ടാണ് നിലനിൽക്കുന്നത് ഗൈസ്. നമുക്കാണെങ്കിൽ ഗൈസ് നമ്മൾ സിറ്റി മാളിൽ വന്നതിന് ശേഷം കുറേ ഷോപ്പിംഗ് അല്ല, ചെറുതായിട്ട് കുറേ ഷോപ്പിങ്ങുകളും ഉള്ളു. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളെ ഷിൻചാൻ ഡ്രസ്സ്, പിന്നെ നാളത്തേക്കുള്ള റെസിപ്പീസിനുള്ള ഇത്. അപ്പോൾ ഗൈസ് ഞാൻ പോയി എല്ലാം ഒന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയി ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നിട്ട് കാണാം ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് പോയി ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാനങ്ങനെ ഷോപ്പിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സുകളൊക്കെ മേടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആ മാമ പോകുന്നു ഗൈസ്. അപ്പം ആ മാമാക്കാണെങ്കിൽ നമ്മളവിടെ ഭയങ്കര കുശുമ്പും കള്ളുമാണ്. അത് നമ്മളതിലാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു കുശുമ്പാണ് ഗൈസ്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമുക്ക് ഇനി പെട്രോൾ അടിക്കണം നമ്മളെ വണ്ടിക്ക് എന്താണ് കൺട്രോൾ ആണ്ട് വിട്ടുപോയി ഗൈസ്. നമ്മളെത്ര ചവിട്ടിയിട്ടും ഗൈസ് ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്. എന്താണ് ഗൈസ് ഇവിടെ നിന്ന് അനങ്ങുന്നില്ല ഗൈസ്. നേരത്തെ ബ്രേക്ക് കൊടുത്താണ് ഇപ്പോൾ ഇപ്പോഴാണ് ഗൈസ് വരുന്നത് ഗൈസ്. ഞാൻ ആസിലായിട്ട് അമക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ് റിവേഴ്സിലോട്ട് ഞെക്കി ഗൈസ്. എൻ്റെ മോനെ ഞാൻ ഫ്രണ്ടിലോട്ടിട്ട് അടിച്ച് ഗൈസ്. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടൊരാണ് ഗൈസ് ഫ്രണ്ടിലോട്ട് ഇട്ട് പിടിച്ചത്. അതൊരു മണ്ടത്തരമാണ് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിൽ പോകണം ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കണം. അത് നമുക്കാണെങ്കിൽ ഫുൾ ടാങ്ക് കാര്യങ്ങളും അടിക്കാനാണെങ്കിൽ നമ്മളതിലാണെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് പകുതി പെട്രോളും കാര്യങ്ങളും അടിച്ചാൽ മതി ഗൈസ്. അപ്പം 500 രൂപയ്ക്ക് ഒരു പെട്രോൾ അടിച്ചേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് 500 രൂപയ്ക്ക് ഗൈസ് ഞാനങ്ങനെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് നേരെ ഗൈസ് നമ്മളിനി ജോണിൻ്റെ വീട്ടിൽ ഗൈസ് കയറണം ഗൈസ്. എന്താണ് ഗൈസ് നമ്മളെ വണ്ടിക്ക് കൺട്രോൾ ഗൈസ്. ഇതെന്താണ് ഗൈസ് നമ്മളെ വണ്ടി പറക്കുന്നു ഗൈസ്. എന്താണ് സംഭവിച്ചത് ഗൈസ്? എൻ്റെ കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. വണ്ടി ഇങ്ങോട്ടാണ് പോകുന്ന വണ്ടി ഗൈസ്. എന്താണ് പറ്റി ഗൈസ് വണ്ടിക്ക് കാര്യമായിട്ട് ഗൈസ്? എൻ്റെ പൊന്നെ അവിടെ ചെന്ന് ഇടിച്ച് ഗൈസ്. നമുക്കാണെങ്കിൽ ഗൈസ് ഇതാണെങ്കിൽ ഒട്ടും വർക്കാവുന്നില്ല. ഞാനാണെങ്കിൽ ഭയങ്കര പിടിച്ചിട്ടും ഗൈസ് ഇതൊന്നും ഇതാവുന്നില്ല ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ ഒട്ടും കൺട്രോളും കാണാൻ കിട്ടുന്നില്ല ഗൈസ്. ഇത് എങ്ങോട്ടാണ് ഗൈസ്? ഇല്ല ലംബോർഗിനി ചെന്നൊന്നും ഇടിക്കാതിരുന്നാൽ മതി. കൊള്ളാം ഗൈസ്. എന്താണ് ഗൈസ് നമ്മുടെ വണ്ടിക്ക് പറ്റിയ ഗൈസ്? എല്ലാ ഫുൾ കൺട്രോളും കാണാൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണെങ്കിൽ ഫ്ലൈയിങ് ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഭയങ്കര ഒരുമാതിരി ഗൈസ്. നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു കൺട്രോളും കിട്ടുന്നില്ല. ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ് നമ്മൾ പറയുന്നിടത്തോട്ട്. അതാണ് എന്താ പ്രശ്നം നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതാണെങ്കിൽ ഞാൻ എത്ര ഇട്ട് പിടിച്ചിട്ടും ഗൈസ് ഒരു പിടുത്തും നിൽക്കുന്നില്ല ഗൈസ്. ഞാൻ നല്ല രീതിക്ക് ആക്സിലേറ്റർ വെക്കുന്നുണ്ട് ഗൈസ്. അവിടെ ചെന്ന് ഇടിച്ചിടിച്ച് എൻ്റെ പൊന്നെ മോനെ ഇതെന്താണ് ഇപ്പോൾ വണ്ടിക്ക് സംഭവിക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല ഗൈസ്. നമ്മളെ വണ്ടിക്കാണ് ഒരു കൺട്രോൾ പോലും കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും ഇവിടെ മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ സമയത്ത് തന്നെ ഗൈസ് ഇറങ്ങാം ഗൈസ്, അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെയും ഇറങ്ങിയേക്കാം. അല്ലെങ്കിൽ ഗൈസ് പിന്നെ നമുക്ക് പണി എൻ്റെ മോനെ ഗൈസ് ഞാൻ അറിയാതെ വന്ന് ഇടിച്ചിട്ടുണ്ട് ഗൈസ് തല. എനിക്കാണെങ്കിൽ ഗൈസ് നല്ല തലയിറക്കങ്ങളും ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് നടക്കാം ഗൈസ്. അപ്പുറത്തെ മാമാടെ വണ്ടി വല്ലതും വരുന്നോ നോക്കാം ഗൈസ്. ഇങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരമാണ് ഗൈസ് നമ്മളെ അപ്പുറത്തെ മാമാടെ വണ്ടി എന്തായാലും കണ്ടിട്ടുണ്ട്. ഒരു KTM ആണ് ഗൈസ്. നമുക്കാണെങ്കിൽ ഇയാളത്തെ ഞാൻ ലിഫ്റ്റ് വെച്ചപ്പോൾ ഗൈസ് അയാൾ ഞാൻ ഓടിക്കാൻ പറഞ്ഞു ഗൈസ്. എന്തായാലും ഞാനങ്ങനെ ഇങ്ങനെ ഫൈനലി ഗൈസ് എങ്ങനെയാണ്ടൊക്കെ വീട്ടിൽ എത്തി ഗൈസ്. ഞാൻ വിചാരിച്ചു എനിക്ക് ജീവൻ കാണത്തില്ലെന്ന് ഗൈസ് വീട്ടിൽ എത്തുമ്പോൾ. അപ്പോൾ ശരി മാമ, താങ്ക് യു ഗൈസ്. ഞാൻ എങ്ങനെയാണ്ടൊക്കെയാണ് ആ കാറിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടത് ഗൈസ്. ആ കാറാണെങ്കിൽ ഒരു കൺട്രോളും കിട്ടുന്നില്ല. എന്തായാലും ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം ഗൈസ്. ഫ്രാങ്ക്ലിനെ എവിടെ പോയിരുന്നു ഫ്രാങ്ക്ലിനോ? ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാനിവിടെ മുഷിഞ്ഞു ഫ്രാങ്ക്ലിനോ. അത് പിന്നെയെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഉടുപ്പുകളൊക്കെ നാളത്തേക്ക് വേണ്ടി എടുക്കാൻ പോയപ്പം നമ്മളെ കാറൊന്ന് ചതിച്ചിറ പ്രേതബാധ നമ്മളെ കാറിന് കയറിയിടാ ഷിൻചാനെ ഗൈസ്. നമുക്കൊന്ന് കൈ കിടന്ന് ഉറങ്ങാം ഗൈസ്.
ഗൈസ് ഞാൻ ഉറങ്ങി കിടക്കാൻ നേരം ഗൈസ് ഇതെന്താണ് ഗൈസ് ഗൈസ് നമ്മുടെ കാർ നിന്റെ അകത്ത് കയറി ഗൈസ് നമ്മളെ കാറിന്റെ ടയറൊന്നും കാണുന്നില്ല ഗൈസ് ഗൈസ് ഇത് അപ്പം മാമ ഇല്ലേ ഗൈസ് ഗൈസ് ഈ മാമ എന്താ ഗൈസ് ഇവിടെ കിടന്ന് ചുറ്റുന്ന ഗൈസ് ഈ മാമയാണോ ഗൈസ് നമ്മളെ കാറിന്റെ തകത്തിട്ട ഗൈസ് ഗൈസ് ഈ മാമടുത്ത് ചോദിച്ചു നോക്കാം മാമ ഇവിടെ എന്താ സംഭവിച്ചാ എനിക്കൊന്നും അറിഞ്ഞോടോ ഇവിടുത്തെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഇവിടോട്ട് വന്നത്. ഗൈസ് ഈ മാമാക്കൊന്നും അറിഞ്ഞോടെന്ന് പറയുന്നത് ഗൈസ് പിന്നെ എന്താണ് ഗൈസ് ഇവിടെ സംഭവിച്ചത് ഗൈസ് എനിക്ക് തോന്നുന്നത് പ്രേതബാധയാണെന്ന് ഗൈസ് എൻ്റെ പൊന്നോ ഗൈസ് അന്നത്തെ കണക്ക് വീണ്ടും പ്രേതബാധ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് എപ്പം നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വന്നാലാണ് ഗൈസ് നമ്മുടെ വണ്ടിക്ക് പ്രേതബാധ കയറുന്നത് ഗൈസ് ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിൽ പോകാം ഗൈസ് ജോണിൻ്റെ അടുത്ത് വല്ലതും തേടി നോക്കാം ജോൺ വല്ലതും തന്നാലോ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളിന്ന് ജോണിൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ് നമുക്കാണെങ്കിൽ ഇവിടെ ഗൈസ് നമ്മളെ കാറില്ലേ ഗൈസ് ഇതെങ്ങനെ ഇവിടെ വന്നു ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് ജോണിൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ് അങ്ങനെ ഞാൻ ജോണിൻ്റെ വീട്ടിലും ഒക്കെ വന്ന് എടാ ജോണേടാ എൻ്റെ കാറിന് എന്താണ്ടോ പറ്റിയില്ല ജോണേ ഇന്ന് നീ വല്ല പെട്രോൾ പമ്പിൽ വല്ലോ പോയായിരുന്നോടാ നിന്റെ കാറും കൊണ്ട്? ആടാ ഞാൻ പോയായിരുന്നടാ ഞാൻ എന്നിട്ട് പെട്രോൾ അടിച്ചടാ 500 രൂപയ്ക്ക്. അവിടെ നിന്ന് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലും അവരെ കാറിനകത്ത് ബാധ കയറൂടാ. അവിടുത്തെ ഒരാൾക്ക് പൈസ കൊടുക്കാത്തതിന്റെ വാശിയാടാ ഇപ്പോൾ ആ പ്രേതമാടാ നിന്റെ കാറിനകത്ത് ഇപ്പോൾ കയറിയത്. ഇതിന് നീ ഒറ്റൊരു വഴിയേ ഉള്ളടാ, നിന്റെ കാർ നീ മിസൈലിട്ട് പൊട്ടിക്കുക. മിസൈലുകളൊക്കെ എൻ്റെ അലമാര ഇരിപ്പുണ്ട്, നീ എടുത്തോണ്ട് വെക്കോ. അവൻ പറഞ്ഞാണെങ്കിൽ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമുക്ക് പോയ ശേഷം മിസൈലുകളൊക്കെ എടുക്കാം ഗൈസ്. എൻ്റെ പോനെ ഞാനങ്ങനെ മിസൈലുകളൊക്കെ എടുത്തു ഗൈസ്. ഇനി ഗൈസ് നമ്മളെ നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് പോകുക. അതേ ഉള്ളു ഗൈസ് നീ ഉള്ള ഒരു വഴി ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമ്മുടെ വീട്ടിൽ പോയതിനു ശേഷം ഈ കാറുകളൊന്നും നീ പൊട്ടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നേരെ ഗൈസ് നമ്മളെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ വീട്ടിലങ്ങാൾ എത്തിയപ്പോൾ ഗൈസ് എൻ്റെ പൊന്നോ നിരന്ന് കിടക്കുന്ന കാറുകൾ ഗൈസ് ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഒരു മിസൈൽ വിട്ട് പൊട്ടിക്കുകയാണ് ഗൈസ്. എങ്ങനെയാണെങ്കിൽ ഗൈസ് ഞാനിങ്ങനെ പൊട്ടിക്കുകയാണ്. ഇതാണെങ്കിൽ ഭയങ്കര പാടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് എല്ലാത്തിനും പൊട്ടിച്ചു ഗൈസ്. എങ്ങനെയാണ് ഗൈസ് ഇത്രയും കാറായത് ഗൈസ് നമ്മൾ അകത്തുള്ള കാറ് പോയില്ല ഗൈസ്. ഇങ്ങനെ നമുക്ക് നൈസിന് പൊട്ടിച്ചേക്കാം മിസൈലിട്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ചെറിയ പഴക്കങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. ഒരു കാറിൻ്റെ ഡോറുകളൊക്കെ എൻ്റെ തലയിൽ വന്ന് വീണു ഗൈസ്. എൻ്റെ തലയാണെങ്കിൽ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ എല്ലാം തീർത്തിട്ടുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണങ്ങളുണ്ട്. ഷിൻചാൻ എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാനാണെങ്കിൽ എൻ്റെ AK-47 എടുത്ത് തീർക്കുകയാണ് ഗൈസ്. ഗൈസ് എൻ്റെ പൈസ എല്ലാം ഇത് കാരണം പോയി ഗൈസ്. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ കാറിനെ ഒന്ന് പൊട്ടിച്ചേക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.